ഹലോ ഗായ്സ്, ഇന്നെൻ്റെ ബൊഗൻവില്ല കളക്ഷൻസിലൊക്കെ അത്യാവശ്യം നല്ല ഫ്ലവറിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റൊക്കെ ഒന്നെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഈ ചെടി. കാരണം അത്ര നല്ല ഫ്ലവറിങ്ങിലും നല്ല ഭംഗിയിലും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിന് ഒരു വളവും ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ കേട്ടോ, ഇതുവരേക്കും ഉപയോഗിച്ചിട്ടില്ല. ഇനി ചാണകം മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിരുന്നത്. പക്ഷേ ഈ ചെടിക്ക് അതും നമ്മൾ ഒഴിച്ചിട്ടില്ല. കാരണം അത് നമ്മൾ റീപോർട്ട് ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാമെന്ന് കരുതി അങ്ങ് മാറ്റി വെച്ചതാണ്. എന്താ അറിയില്ല, ഇതിന് നല്ല ഭംഗിയുണ്ട്. കാണുന്നവരൊക്കെ പറയും ഇത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മുടെ പോട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചണേ. കാരണം നമ്മൾ ചിലവില്ലാത്തതാണ് ചെടി നടലായിരുന്നു പരിപാടി. ഇനി അത് മാറ്റി പിടിക്കണമെന്ന് കരുതുന്നുണ്ട്. കാരണം അത്യാവശ്യം ഇതും അതിൻ്റെ തയ്യനാണ്. പക്ഷെ ഇതിൻ്റെ അത്രക്കൊരു ലുക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ അത്ര പോയിട്ട് അടി കൂടി പോയിട്ടില്ല പറഞ്ഞ പോലെ കേട്ടോ. ഇതിലൊക്കെ നമ്മൾ 3 ചട്ടി, അത്യാവശ്യം വലിയ ചട്ടിയാണ് കേട്ടത്. അന്നത് ഈ ചെടിയൊന്നും കുഴിച്ചിടല്ലാത്തതുകൊണ്ട് 3-4 കിട്ടി. ഇതൊക്കെ എടുത്ത് നട്ട് വെച്ചതായിരുന്നു. ഇതുണ്ടില്ലേ, ഒരു നല്ലൊരു ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓരോ ബൊഗൻവില്ലിൻ്റെ ഫ്ലവറിങ്ങൊക്കെ കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഓരോ ചട്ടിയിൽ 2-3 നട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് നമ്മൾ മാറ്റി വെച്ച് തുടങ്ങുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. 2 ഉള്ളത് 3 ഉള്ളതിൽ നിന്നൊക്കെ 2 ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട്. എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഫ്ലവർ കുറേ കൊഴിഞ്ഞു പോയതാണ് കേട്ടോ. അടുത്ത ഘട്ടം ഇനി വരാനുള്ളതാണ്. ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ചെടി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഏകദേശം 5 വർഷത്തിൻ്റെ അടുത്തുണ്ട് ഇതിന് പഴക്കട്ടോ. നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്ത് ഇതാണ്. കാരണം നമ്മൾ തൊട്ടടുത്ത് അതിനൊരു ചരിത്രമുണ്ട്. നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ അതേമാതിരി ഒരു കട്ടിങ്സ് വെച്ച് ഒരു കുപ്പിയിൽ വെച്ചിട്ട് നല്ല ഫ്ലവർ ഇടുന്ന കണ്ടപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ അവരുടെ അടുത്തുനിന്ന് ചെറിയൊരു കട്ടിങ്സ് വാങ്ങി അങ്ങനെ ഫസ്റ്റ് വെച്ച്. പിന്നെ ഇങ്ങനെ അന്നാ ഒന്നേ ഉള്ളായിരുന്നു. പിന്നെ നമ്മളത് സൈഡിലാക്കി വേണ്ടെന്നുള്ള സൈഡിലേക്ക് ഇങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ അതിന് വീണ്ടും ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ അത് വീണ്ടും ഒന്ന് തളിർപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ഉണ്ടില്ല. ഇതെല്ലാം അതിൻ്റെ ഒരു റേറ്റാണ്. ഒരു വൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ച് നോക്കണം. കാരണം വൈറ്റ് നല്ല ഫ്ലവറിങ് ഉണ്ട് കേട്ടോ. കണ്ടില്ല, നമ്മളെ ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗിയാണ് തോന്നുന്നത്. കാണുന്നില്ല. നമ്മൾ പല വൈക്കും അതിൻ്റെ വൈറ്റൊന്നും എടുക്കാമെന്ന് കരുതി, പക്ഷെ പറ്റുന്നില്ല. നിറയെ ഫ്ലവറിങ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഈ NPK അങ്ങനത്തെ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. കൊടുക്കണം എന്ന് ഇനി ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ കൊടുക്കാൻ നമുക്ക് അത്ര ഉണ്ട്. ഫ്ലവറിങ് നല്ല ഉണ്ടായപ്പോൾ നമ്മളങ്ങനെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ വെറും ചാണകം മീൻസ് നമ്മൾ ഈ പറമ്പിലൊക്കെ അങ്ങനെ ഒന്ന് നടന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ ബക്കറ്റിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കല അരിയങ്കത്തിയിട്ടും. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും. പോത്തിനൊക്കെ കൊടുന്ന് കെട്ടുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഉണ്ടല്ലോ, വൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണമെന്നറിയില്ല. എല്ലാ ചെടീൻ്റെ ഇടയിലും ഇപ്പോൾ ഒരു വൈറ്റ് കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ട്. അതൊക്കെ നമ്മൾ തിക്കായിട്ട് വരുന്നതിലുള്ളതാണ്, കുഞ്ഞായിട്ട് വരുന്നതാണ്. ഇതിൽ തന്നെ വൈറ്റും ഈ പിങ്കും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ട്. അതാണ് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെ പറയണത്. ഇതൊരു വെറൈറ്റി കളറാണ്. ഈ യെല്ലോ കളർ ഏതാരോ നമ്മുടെ അടർണൻ്റെ ആണ്. അടർണ മഹാറാണിയുടേതാണ്. അടർണി മഹാറാണി നമ്മളൊപ്പം വാങ്ങില്ലേനാ, അതിൽ അടർണയുടേതാണ്. ഒരു കൊമ്പിൽ ഓറഞ്ചും ഒരു കൊമ്പിൽ യെല്ലോയും നമുക്ക് വന്ന് അതിൻ്റെ ഒറിജിനൽ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കറിയാം അവർ പറ്റിച്ചതല്ല എന്നുള്ളത്. കാരണം ഫ്ലവറോട് കൂടി വന്നതായിരുന്നു. അന്ന് 2 കളറും കൂടി മിക്സ് ആയതായിരുന്നു വന്നിരുന്നത് കേട്ടോ. ഒരു കൊമ്പുമ്പിൽ ഓറഞ്ച്, ഒരു കൊമ്പുമ്പിൽ യെല്ലോയാണ്. ഇത് കണ്ടില്ല, വൈറ്റിൻ്റെ വേറൊരു കട്ടിങ്സാണ്. ഇത് നമ്മളിതിൻ്റെ കൂടെ വെച്ചതാണ്. കാരണം നല്ല ഭംഗിയായിട്ട് ഇത് നമ്മൾ ആ ഒരു ബോട്ടിൻ്റെ പാതിയിലാണ് ഇത് നട്ടിട്ടുള്ളത്. ഇതിലും വേറെ ഉണ്ട്. കണ്ടില്ല, നിറയെ ഫ്ലവർ തന്നെ, നല്ല തിഞ്ഞ ഫ്ലവർ തന്നെയാണ് ഉള്ളത്. ഇല കുറവാകെ 5-6 ഇല അതിന്മേലുള്ളൂ. എങ്കിലും ഇത് നമ്മുടെ മഹാറാണിയാണ്. മഹാറാണി ഒരു ഓറഞ്ചായിരുന്നു വന്നിരുന്നതൊക്കെ കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, വൈറ്റും ഓറഞ്ചും കൂടി വന്ന്. ഇത് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഇങ്ങോട്ട് എത്തിച്ചിട്ട് കേട്ടോ. എത്തിച്ചതിന് ശേഷം നമ്മൾ ഒരു കവറിലിട്ട് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോട്ട് മാറ്റിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പോട്ടായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരേ ലെവലിൽ, മറ്റേത് മഹാറാണി വന്നത് വലിയ പോട്ടായിരുന്നു. ഇതാണ് ഇത് ചെറിയ പോട്ട്. നമ്മൾ വീഡിയോയിൽ അത്യാവശ്യം വലിയ വലുപ്പം തോന്നിക്കുന്നുണ്ടെങ്കിലും ആ പോട്ടിൻ്റെ പാതിക്ക് ഇത് കാണുന്നുള്ളായിരുന്നു. വേണ്ട അത്ര വ്യത്യാസമുണ്ട്. ഇത് തിങ്ങി നിൽക്കുമായിരുന്നു. അപ്പം ഇനി ഇതിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയാണ് വെച്ചിട്ടുണ്ട്. ആ മണ്ണൊന്നും കളയാതെ അതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിയ മണ്ണോടൊക്കെ നല്ല വേരോടിയിട്ടുണ്ട്. ആ പോട്ടിൻ്റെ പുറത്തേക്കും വേരോടിയിട്ടുണ്ട്.
ഇത് ഓറഞ്ചാണ് ലാസ്റ്റിക്ക് ഇതൊരു പിങ്കായി വരുന്നുണ്ട്. ജസ്റ്റ് കളർ മാറുന്നതാണ്. സാധാ നോർമലി ഓറഞ്ച് തന്നെയാണ്. എങ്ങനെ ശ്രദ്ധിക്കണത്, എല്ലാത്തിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് വന്നാൽ നല്ല. ഇത് നമ്മളെ നോർമലി യെല്ലോ കളറാണ്. നല്ല എല്ലാത്തിൻ്റെ അടുക്ക് ഒരു വൈറ്റ് വരുന്നത് ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് ഞാൻ അങ്ങനെ വീഡിയോ അങ്ങനെ എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഡോക്ടർ റാവുവാണ്. നമ്മൾ കട്ടിങ്സ് വെച്ചതാണ്, ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊരു നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ അടുത്തുള്ളത് യെല്ലോ കളറായിട്ട് വരുന്ന തിന്മയാണ്. തിന്മ അതുപോലെയാണ്, വലിയ മാറ്റമൊന്നും വന്നില്ല. നമ്മൾ ജസ്റ്റ് പോട്ടൊന്ന് ചേഞ്ച് ചെയ്താരെന്തോന്നും നല്ല ഉഷാറായത് കേട്ടോ. നല്ലതായിട്ട് ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങണേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടില്ല, ഇതിലൊക്കെ എല്ലാം ഇത് വയലറ്റിൻ്റെ ഫ്ലവർ ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വാടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഒഴിവായി കഴിഞ്ഞാൽ അടുത്ത ഫ്ലവർ വരണം. ഇതിൻ്റെ ഇടയിലും കുഞ്ഞ് ഡോക്ടർ റാവുവിൻ്റെ തൈ ഉണ്ട്. തല മുറിഞ്ഞു പോയതാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കണ ഇടയിൽ ഇത് നമ്മൾ ഓറഞ്ച് തിക്കായിട്ട് വരുന്നത്. ഇത് ഓരോന്നിനും ഓരോ പേരുകളൊന്നും എനിക്ക് വലിയ അറിയില്ല. അത് ആദ്യം നമ്മൾ കളക്ട് ചെയ്ത ഐറ്റംസ് പെട്ടതാണ്. ഇത് കുറച്ചും കൂടി ഒരു കടും കളറ് അങ്ങനെയൊക്കെ ഇപ്പം തൽക്കാലം പറയാൻ പറ്റുള്ളൂ. ഇത് അതിലും ലൈറ്റ് കളറാണ്. ഇതിലും ഉണ്ട് ഒരു വൈറ്റ്. ഞാൻ ഇങ്ങനെ ഈ വീഡിയോ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ച് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഇനി അടുത്ത വീഡിയോ ഞാൻ വരുമ്പോൾ തന്നെ അതിലുള്ള വൈറ്റുകളൊക്കെ നമ്മൾ ജസ്റ്റ് അതിലുണ്ടൊരു വൈറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ച് ഓരോ പോട്ടിക്ക് വൈറ്റ് സ്വന്തമാക്കണം എന്നിങ്ങനെ ഒരു പ്ലാനിങ് ഇപ്പം മനസ്സിൽ തോന്നിയതാട്ടാ. കാരണം വൈറ്റ് മറ്റേതിൻ്റെ കൂടെ വേറെ പൊട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഒരു ഭംഗിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇത് ഓറഞ്ചാണ്. ഓറഞ്ച് ലാസ്റ്റ് പിങ്കായി വരുന്ന ഐറ്റംസാണ്. ഇത് രണ്ടുമൊക്കെ ചെറിയ ചെറിയ ചട്ടിയിലാണ്. ഇത് ഓറഞ്ചായിരുന്നു, ഇത് ഫസ്റ്റ് വിരിഞ്ഞതാണ്. ഇതിപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അത് പിങ്ക് ആയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. നല്ല ഒരു ഭംഗിയായിട്ട് തോന്നാറുണ്ട് എനിക്ക്. ഓരോന്നിനും പേരുകളൊക്കെ ചിലതിൻ്റെയൊക്കെ നമ്മളെ കയ്യിലുള്ള മുമ്പ് ഒരിക്കലും അടർണ പോലത്തെ പറഞ്ഞിട്ടൊരു ചെടി ഉണ്ടായിരുന്നല്ലോ. അതിന് ഇപ്പോൾ ഫ്ലവറില്ല. അതിനൊരു പേരുണ്ട്, എന്തോ ഒരു രജ്ഞിയോ അങ്ങനെ എന്തോ ഒരു യെല്ലോ രജ്ഞിയോ അങ്ങനെ എന്തോ ഒരു പേര് നമ്മൾ ഉണ്ട്. നമ്മളിങ്ങനെ സെല്ലേഴ്സിൻ്റെ വീഡിയോസൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ അതിന്ന് അവരാ ചെടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് സെല്ലിനുള്ളത് എന്നുള്ളതിൽ. അപ്പം അങ്ങനെ നമ്മളതിൻ്റെ പേര് കണ്ടുപിടിച്ചതാണ് ഗൈസ്. എല്ലാത്തിലും ഇതിലും കണ്ട ഒരു വൈറ്റിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റി നടണം എന്നുള്ള. കാരണം നമ്മൾ വൈറ്റ് തിരിച്ചറിയാൻ വേണ്ടി ഫ്ലവർ വരുമ്പോൾ തന്നെ ചെറിയൊരു നൂല് കെട്ടി വെക്കലുണ്ട്. എന്തിനാ വെച്ചാൽ തിരിച്ചറിയണം എന്ന്. അതുകൊണ്ട് നമുക്ക് നമ്മളെ കയ്യിലുള്ള വൈറ്റ് ഏതൊക്കെ ബോട്ടിലുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തപ്പി പിടിച്ച് വേറെ ബോട്ടിക്ക് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഡോക്ടർ റാവു ഒക്കെ ജസ്റ്റ് കാണിച്ചു തന്നില്ലേ. ഫ്ലവർ ഇല്ലാത്ത നമ്മൾ ഈ സൈഡിലേക്ക് തന്നെ മാറ്റി വെക്കൂട്ടാ. ഈ സൈഡ് ഫ്രണ്ട് ഏരിയ തന്നെയാണ് എങ്കിലും നല്ല ഫ്ലവറിങ്ങൾ മാത്രം നമ്മളെ വീടിന് നല്ലൊരു ഫ്രണ്ടിലേക്ക് വെക്കുള്ളൂ. ഇതൊക്കെ ഇനി ചട്ടിയൊക്കെ മാറ്റണം എന്നുള്ള പ്ലാൻ ഉണ്ട്. കാരണം നമുക്കിപ്പോൾ കുറേ വെറൈറ്റികൾ ശേഖരിക്കൽ തുടങ്ങിയല്ലോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം മറന്നു. നമ്മുടെ റൂബി റെഡിൻ്റെ തൈ അതിലുണ്ടായിരുന്നു. വീഡിയോ നമ്മളെടുത്തിൽ ജസ്റ്റ് എടുക്കാൻ മറന്ന് വീഡിയോ അങ്ങനെ ജസ്റ്റ് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു കമ്പുകൾ കുത്തി വെക്കുന്ന സ്ഥലമാണ്. കവറിൽ നമ്മൾ പഞ്ചസാര കൊണ്ടുവരുന്ന കവറ് ശേഖരിച്ച് വെച്ച് അതിൽ മണ്ണ് നിറച്ച് അതിൽ കമ്പ് വെക്കലാണ്. അപ്പോൾ കമ്പ് വെച്ചപ്പോൾ കുറേ 10 മണി ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് 10 മണി കുത്തിയതായിരുന്നു. അപ്പോൾ നല്ല ഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. അതിൽ 2 എണ്ണം വിജയിച്ച അവസാനം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മളത് കവറൊക്കെ എടുത്ത് മാറ്റി നോക്കിയിട്ടുണ്ട്. ഇതിലാണ് അപ്പോൾ 2 എണ്ണം വിജയിച്ചിട്ടുണ്ട്, 2 എണ്ണം ഉണങ്ങി പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ചെറിയ കവർ സൈസ് പ്ലാന്റ് വാങ്ങിയില്ല, ഇന്ന് നമ്മൾ മാറ്റി നട്ടതാണ്. സാധാ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളതിന്ന് കവർ ഇളകാതെ അതോടൊക്കെ ഇന്നലെ നനക്കാതെ നമ്മൾ കട്ട മണ്ണ് പോലും വെച്ചുകൊണ്ട് മെല്ലെ ഇളക്കിയിട്ട് മണ്ണോട് കൈക്ക് വെച്ച് ജസ്റ്റ് മണ്ണും കരിയിലും മാത്രം അടിയിൽ കരിയിലിട്ട് പിന്നെ കുറച്ച് മണ്ണും ഇട്ടു. അല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഇത് ചില്ലി, മറ്റേത് കയാട്ട. ഇത് ചില്ലിയാണ്. അതിൻ്റെ അടുത്തുള്ളത് കയാട്ട പ്ലാന്റാണ്. കയാട്ട നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി, അങ്ങനെ ചോക്ലേറ്റ്, അങ്ങനെ ഓരോന്നും ഇങ്ങനെ ആണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വേര് പിടിപ്പിക്കാനൊക്കെ വെക്കണം. ഇത് നമ്മുടെ ഉമ്മ വെച്ചതാണ് കേട്ടോ. ജസ്റ്റ് ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഏതോ ആണ് തോന്നുന്നുണ്ട്. തളിർപ്പ് വരുന്നുണ്ട്. ജസ്റ്റ് ചെറിയ കമ്പ് വെച്ചെന്നുള്ളൂ.
കണ്ടില്ലേ, 2 പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഉണങ്ങിയിട്ടില്ല എന്നുള്ള നമ്മൾ നൊങ്കൊണ്ട് ചിരണ്ടിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. എങ്കിൽ നമ്മളിപ്പോൾ നാടൻ വെറൈറ്റി നാടൻ തന്നെ പരീക്ഷിച്ച് നോക്കിയെന്നുള്ളൂ, ഒന്നും ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഹൈബ്രിഡൊക്കെ കിട്ടുമ്പോൾ ഒന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ. നമ്മൾ കയ്യിൽ 9 ഹൈബ്രിഡുകൾ ഉണ്ടെങ്കിൽ 2 നമ്മൾ കട്ടിങ്സ് വെച്ചതാണ്. നമ്മളെ തിന്മയും ഡോക്ടറാവും റൂബി റെഡും നമുക്ക് ഗിഫ്റ്റും കിട്ടിയതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.